1937 നാലംഗ രഹസ്യ സംഘടനയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന മണ്ണിൽ മറ്റൊരു ചരിത്ര സമ്മേളനത്തിന്റെ സംഘാടന പ്രവർത്തനങ്ങൾക്കാണ് കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ ഔപചാരിക തുടക്കമായത്. 37 തൊട്ടുള്ള മുക്കാൽ നൂറ്റാണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേടിയ ജനസ്വീകാര്യത പ്രതിഫലിപ്പിക്കുന്ന സ്വാഗത സംഘത്തെ സമ്മേളന സംഘാടനത്തിനായി യോഗം ചുമതലപ്പെടുത്തി. മലയാളത്തിന്റെ മഹാകവി ONV കുറുപ്പും ഋഷിതുല്യനായ ആയുർവേദ ഭിഷഗ്വരൻ ഡോക്ടർ PK വാര്യരും രക്ഷാധികാരികളായ സമിതിക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയനാണ് അധ്യക്ഷൻ. TP രാമകൃഷ്ണൻ ജനറൽ കൺവീനറും എളമരം കരീം ഖജാൻജിയുമായ സമിതിക്കു കീഴിൽ വിവിധ ചുമതലകൾക്കായി ഉപസമിതികൾക്കും രൂപം നൽകി. പ്രത്യയശാസ്ത്രരേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കുന്നതോടെ കോഴിക്കോട് കോൺഗ്രസ് ചരിത്ര സമ്മേളനമായി തീരുമെന്ന് പിണറായി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കോഴിക്കോട് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ വലിയ തോതിൽ രേഖപ്പെടുത്തുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആയിട്ടാണ് മാറാൻ പോകുന്നത്. അതായത് ഒരു പ്രത്യയശാസ്ത്ര പ്രമേയം ഈ പാർട്ടി കോൺഗ്രസിൽ വെച്ച് അംഗീകരിക്കാൻ പോവുകയാണ്. ലോകത്ത് അമേരിക്ക കാണിക്കുന്ന നെറുകേടുകളുടെ ഭാഗമാകാൻ കോൺഗ്രസ് BJP നേതൃത്വങ്ങൾ മത്സരിക്കുമ്പോഴാണ് CPIM മുന്നോട്ട് വയ്ക്കുന്ന സാമ്രാജ്യവിരുദ്ധ നിലപാടിനെ ഇന്ത്യൻ ജനത പ്രതീക്ഷയോടെ കാണുന്നത്. അഴിമതിയുടെ മുൻനിരക്കാരും നവ ഉദാരീകരണത്തിന്റെ നായകരുമായിരിക്കുകയാണ് കോൺഗ്രസും BJPയും. ജനക്ഷേമ പദ്ധതികൾ വരെ അട്ടിമറിച്ച് മുന്നേറുന്ന സംസ്ഥാന ഭരണത്തിലാകട്ടെ നിയമവാഴ്ച തകർക്കാൻ മുഖ്യമന്ത്രി തന്നെ നേതൃത്വം നൽകുകയാണെന്നും പിണറായി പറഞ്ഞു. ലോകത്ത് മുതലാളിത്ത പ്രത്യയശാസ്ത്രത്തിനെതിരെ ഉയരുന്ന മുന്നേറ്റത്തിനൊപ്പം ദേശീയ തലത്തിലും ബദൽ രൂപീകരിക്കാൻ പാർട്ടി കോൺഗ്രസോടെ പാത തെളിയുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ക്യാമറാമാൻമാരായ ശൈലേഷ് കല്ലായിക്കും KS ഷിനുവിനുമൊപ്പം E രാജേഷ്, കോഴിക്കോട്.